CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ വെള്ളാപ്പള്ളി നടേശനെതിരെ രൂക്ഷ വിമർശനം. വർഗീയ പരാമർശം ആവർത്തിക്കുന്ന വെള്ളാപ്പള്ളിയെ പിന്തുണച്ചാൽ ഇനിയും തിരിച്ചടിയുണ്ടാകും. വർഗീയ വിഭജനത്തിനാണ് വെള്ളാപ്പള്ളി തുടക്കം കുറിച്ചതെന്നും വിമർശനമുണ്ട്. വിജിൻ വായാന്തോടാണ് വിവരങ്ങൾ നൽകാനുള്ളത്. വിജിൻ, തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ എന്തൊക്കെ വിമർശനമാണ് ഉയർന്നത്? നൗഫൽ, MV ഗോവിന്ദൻ പങ്കെടുത്ത ജില്ലാ കമ്മിറ്റി യോഗമാണ് കഴിഞ്ഞ ദിവസം നടന്നത്. ഈ ജില്ലാ കമ്മിറ്റി യോഗത്തിലാണ് തെരഞ്ഞെടുപ്പ് തിരിച്ചടി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ചയായത്. അതിലാണ് ഈ വെള്ളാപ്പള്ളിയുടെ തുടർച്ചയായിട്ടുള്ള വർഗീയ പരാമർശം അതിനെ ഏറ്റുപിടിക്കുന്നത്. അത് വലിയ തിരിച്ചടിയാകും. നിലവിൽ തന്നെ തെരഞ്ഞെടുപ്പിൽ ഈ വിഷയം ഉൾപ്പെടെയാണ് തിരിച്ചടിക്ക് പ്രധാന കാരണമായി ജില്ലാ കമ്മിറ്റി യോഗം ഉൾപ്പെടെ വിലയിരുത്തിയത്. അങ്ങനെ വെള്ളാപ്പള്ളി തുടർച്ചയായി വർഗീയ പരാമർശം നടത്തുകയും അത് CPM നേതാക്കൾ പിന്തുണയ്ക്കുകയും അതിനെ തള്ളിപ്പറയാതിരിക്കുകയും ചെയ്യുന്നത് അത് വീണ്ടും തിരിച്ചടി നേരിടാൻ കാരണമാകും എന്നുള്ള വിമർശനമാണ് നിലവിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉയർന്നത്. ഒപ്പം തന്നെ വർഗീയ വേർതിരിവ് ഉണ്ടാക്കാനൊരു ശ്രമമാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്ത് നടക്കുന്നത്. അത്തരം ഒരു നീക്കത്തിന്റെ തുടക്കമാണ് വെള്ളാപ്പള്ളി ഇട്ടത്. അതിനെ ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിച്ചാൽ അത് വലിയ തിരിച്ചടി ഉണ്ടാകും. വർഗീയമായി സമൂഹം വിഭജിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തും. ഇപ്പോൾ തന്നെ അത്തരത്തിലൊരു ചർച്ച ഹിന്ദു മുസ്ലിം എന്നുള്ള നിലയിലൊക്കെയുള്ള ചർച്ച കേരളത്തിൽ ഉയർന്നു വരുന്നുണ്ട്. അത് RSSന് സഹായകമാകുന്ന നിലയിലാണ് അത്തരം ചർച്ചകൾ ഉയരുന്നത്. നേരത്തെ ഒന്നും ഇല്ലാത്ത രീതിയിൽ ഇത്തരം വർഗീയപരമായ വേർതിരിവ് ഉണ്ടാകാനുള്ള സാഹചര്യം ഒരുക്കുന്നത് അത് തെറ്റായിരിക്കും എന്നുള്ള വിമർശനം എന്തായാലും നേതാക്കൾ ഉയർത്തിയത്. MV ഗോവിന്ദൻ ഉൾപ്പെടെ ഇക്കാര്യത്തിൽ മറുപടി നൽകുകയും ചെയ്തു. ആ കാര്യങ്ങളൊക്കെ പരിശോധിച്ചായിരിക്കും തിരുത്തൽ എന്നുള്ളതാണ് മറുപടിയായി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത്. എന്തായാലും ഇക്കാര്യത്തിൽ തുടർച്ചയായി CPM നേതാക്കളും ഒപ്പം തന്നെ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരും വെള്ളാപ്പള്ളിയെ പിന്തുണച്ച് രംഗത്തെത്തുന്നത് അത് തുടരുന്നത് അത് കനത്ത തിരിച്ചടി ഉണ്ടാക്കും. അക്കാര്യത്തിലുള്ള ശക്തമായ വിമർശനമാണ് കഴിഞ്ഞ ദിവസം നടന്ന തിരുവനന്തപുരം CPM ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായത്. നൗഫൽ.